അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അന്ത്യദിനത്തിൻ്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുസ്ലിം ലോകത്തിൻ്റെ തകർച്ചയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത്. മുസ്ലിങ്ങളുടെ ആധിപത്യവും അധികാരവും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാലം വരുമെന്ന മുന്നറിയിപ്പ് ഹദീസുകളിൽ വളരെ സ്പഷ്ടമായി വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ലോകത്തിന്റെ തകർച്ചയുടെ കാരണവും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജൂത ക്രൈസ്തവ സഖ്യം, നിങ്ങൾ എത്ര അവരെ സ്നേഹിച്ചാലും അവർക്ക് ഒത്താശ ചെയ്താലും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉന്മൂലനവും നാശവുമായിരിക്കും എക്കാലത്തെയും അവരുടെ അജണ്ട. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവർ എക്കാലത്തും നിലകൊള്ളുക. അതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗത്തെ വിളിച്ചുകൊണ്ട്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ അറിയിച്ചു, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ വഴിയുണ്ട്. അത് സുന്ദരമായ സംസ്കാരമാണ്, അത് നല്ല ജീവിതചര്യയാണ്. അത് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ യഹൂദരുടെ, നസാറാക്കളുടെ സംസ്കാരം വാരിപ്പുണരുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കനത്ത ശിക്ഷ ഈ ലോകത്ത് തന്നെ നിങ്ങൾക്ക് മേൽ വന്നു ഭവിക്കും, തീർച്ചയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഈ ലോകത്ത് നിങ്ങൾക്ക് മേൽ വരുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും തന്നെ സാധിക്കുകയില്ല എന്ന മുന്നറിയിപ്പും പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 120-ാമത്തെ സൂക്തം അതാണ് പഠിപ്പിക്കുന്നത്. വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അല്ലാഹു അറിയിക്കുന്നു, വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും. നബിയേ, ജൂതരും ക്രിസ്ത്യാനികളും ഒരിക്കലും അങ്ങയുടെ കാര്യത്തിൽ തൃപ്തരായിരിക്കില്ല. വിശ്വാസികളുടെ കാര്യത്തിൽ അവർ സ്നേഹത്തിലും മമതയിലും ആയിരിക്കുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും. മുസ്ലിമീങ്ങൾ ആജ്ഞാനുവർത്തികളായി അവരുടെ പിറകിൽ നടക്കാത്ത കാലമത്രയും, യഹൂദർക്കും നസാറാക്കൾക്കും കീഴ്പ്പെട്ട് അവരുടെ ആജ്ഞാനുവർത്തികളായി മുസ്ലിങ്ങൾ നിലകൊള്ളാത്ത കാലം ഏതുണ്ടോ അക്കാലമത്രയും മുസ്ലിങ്ങളെ അവർ തൃപ്തിപ്പെടുകയില്ല. ഉള്ളുകൊണ്ടൊരിക്കലും മുസ്ലിമീങ്ങളെ അവർ സ്നേഹിക്കുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും. അതുകൊണ്ട് ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. വർത്തമാന കാലത്തും ഇത് വളരെ പ്രസക്തമാണ്, ഈ ഖുർആനിന്റെ പാഠം. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. നബിയേ, അങ്ങയിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്കൊരു അറിയിപ്പ് നൽകുക. ഖുൽ, അങ്ങ് ഉറക്കെ പ്രഖ്യാപിക്കുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അള്ളാഹുവിന്റെ സന്മാർഗമാണ് യഥാർത്ഥ വഴി. അള്ളാഹു നിങ്ങൾക്ക് ഒരു ഹുദ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു വഴി, ജീവിത പന്ഥാവ് കാണിച്ചു തന്നിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വസ്ത്രമണിയണം, എങ്ങനെ മുടിവെട്ടണം, എങ്ങനെ ഭൂമിയിലൂടെ നടക്കണം, എങ്ങനെ വാഹനം കയറണം, ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന ജ്ഞാനം, നിയമാവലികൾ, അള്ളാഹുവിന്റെ മതം ഇവിടെയുണ്ട്. ഹുവൽ ഹുദാ, അതാകുന്നു
സ്ട്രൈറ്റ് വഴി, സ്വർഗത്തിലേക്ക് നിങ്ങൾക്കുള്ള വഴി. നിങ്ങൾ അത് വലിച്ചെറിഞ്ഞിട്ട് പാശ്ചാത്യ സംസ്കാരം നിങ്ങളുടെ വസ്ത്രവിധാനത്തിലും ജീവിത ശൈലിയിലും പിന്തുടരുകയാണെങ്കിൽ വലഇനിത്തബഅത അഹ്വാഅഹും, നിങ്ങൾ അവരുടെ ചര്യ പിന്തുടരുകയാണെങ്കിൽ ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, ഖുർആനിക ജ്ഞാനം നിങ്ങൾക്ക് വന്നു കിട്ടിയതിനു ശേഷം, ഖുർആനിന്റെ ജ്ഞാനം, നബുവത്തിന്റെ ഇൽമ്, എങ്ങനെ ജീവിക്കണമെന്ന പാഠം നിങ്ങൾക്ക് വന്നു കിട്ടിയതിനു ശേഷം അത് നിങ്ങൾ വലിച്ചെറിഞ്ഞ് പാശ്ചാത്യരുടെ സംസ്കാരം നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുകയാണെങ്കിൽ, പിന്തുടരുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, നിങ്ങൾക്കുമേൽ അല്ലാഹുവിന്റെ കനത്ത ശിക്ഷ വന്നു ഭവിക്കും. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, ആ ശിക്ഷ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു സംരക്ഷകനോ ഒരു സഹായിയോ നിങ്ങൾക്കുണ്ടാവുകയില്ല. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന്റെ ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു അമേരിക്കയോ ഒരു ബ്രിട്ടനോ നിങ്ങളുടെ അരികിലേക്ക് എത്തുകയില്ല. അവരുടെ സഹായമൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. ഇന്ന് നമ്മുടെ മക്കൾ അണിയുന്ന വസ്ത്രം, കഴിക്കുന്ന ഫുഡ്, പ്രത്യേകിച്ച് വർത്തമാന കാലത്തുള്ള യുവാക്കളുടെ ജീവിത സംസ്കാരം, നിങ്ങൾ ആരെ സ്നേഹിച്ചാണ് അങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, രാജ്യങ്ങളുടെ അവസ്ഥയാണെങ്കിലും വ്യക്തികളുടെ അവസ്ഥയാണെങ്കിലും പടച്ച തമ്പുരാന്റെ സഹായം പിന്നെ കിട്ടുകയില്ല. ഖുർആന്റെ ജീവിതചര്യ ഉണ്ടല്ലോ ഇവിടെ, ഖുർആൻ പഠിപ്പിച്ച ജീവിത ശൈലിയുണ്ടല്ലോ ഇവിടെ. അത് വലിച്ചെറിഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരുടെ സംസ്കാരം വാരിപ്പുണർന്നാൽ പിന്നെ പടച്ച തമ്പുരാന്റെ സഹായം നിങ്ങൾക്ക് കിട്ടുകയില്ല തന്നെ. ഖുർആനിന്റെ ഈ നിർദ്ദേശം മുസ്ലിം ലോകം അനുസരിച്ചാൽ അവർക്ക് രക്ഷയുണ്ട്. മുസ്ലിം ലോകം ഈ ഖുർആനിന്റെ ആജ്ഞ വലിച്ചെറിയുമ്പോഴോ അവർക്ക് കനത്ത ശിക്ഷ വന്നു ഭവിക്കും, തീർച്ചയാണ്. ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കാതെ, സ്വയം കരുത്തിലും സ്വയം ശക്തിയിലും വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച കാലങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാലോ, സ്വയം കരുത്തിൽ ആത്മാഭിമാനത്തോടെ കഴിയാതെ, സ്വയം സെറ്റപ്പ് ഉണ്ടെന്ന് ധരിക്കാതെ, പടച്ചവനെ ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾക്കൊന്നും കഴിയില്ല, നിന്റെ സഹായം കിട്ടിയാൽ മാത്രം ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് മുസ്ലിം ലോകം വിശ്വസിച്ച് മുന്നേറിയ കാലത്തൊക്കെ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. ബദർ അടക്കമുള്ള സായുധ സമരങ്ങളിൽ മുസ്ലിം ലോകം അതാണ് കണ്ടത്, അല്ലേ? എന്നാൽ തിരിച്ച് മുസ്ലിമീങ്ങൾ തന്നെ ശക്തിയാർജിച്ചു, കരുത്താർജിച്ചു, അംഗബലമുണ്ടായി, ആയുധ പിൻബലമുണ്ടായി. അങ്ങനെ സത്യനിഷേധികൾക്കെതിരെ അല്പം ആത്മാഭിമാനത്തോടെ സ്വയം പര്യാപ്തത നടിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോ കനത്ത തകർച്ച വന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ ആ യുദ്ധത്തിന്റെ ലീഡർഷിപ്പ് കമാൻഡർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു. അങ്ങനെ അവർ യുദ്ധത്തിനിറങ്ങി. നബി തങ്ങളും അവിടത്തെ സ്വഹാബത്തും യുദ്ധത്തിനിറങ്ങി. അംഗബലമുണ്ടായിരുന്നു, ആയുധ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിനിറങ്ങി. അവരുടെ ഉള്ളിലൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആളുണ്ടല്ലോ, ശത്രുക്കളെക്കാൾ അംഗങ്ങൾ ഞങ്ങളാണല്ലോ കൂടുതൽ. യുദ്ധത്തിനിറങ്ങി. ആ യുദ്ധത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ കനത്ത പരാജയം മുസ്ലിമീങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാണത്? ഹുനൈൻ യുദ്ധം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹുനൈൻ യുദ്ധം? മക്കായുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഹുനൈൻ. ഹിജറ 8-ാം വർഷം ശവ്വാൽ മാസത്തിൽ ആ ഹുനൈനിൽ വെച്ചൊരു ചരിത്ര പ്രസിദ്ധമായ യുദ്ധമുണ്ടായി, ഹുനൈൻ യുദ്ധം. മുസ്ലിമീങ്ങളുടെ അംഗബലം എത്രയായിരുന്നു? 12,000. 12,000 മുസ്ലിമീങ്ങൾ അണിനിരന്നപ്പോ
ശത്രുചേരിയിൽ 4000 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാഫിറുകൾ 4000 പേർ, മുസ്ലിമീങ്ങൾ 12000 പേർ. ഈ മുന്നിൽ നിൽക്കുന്ന 4000 അവിശ്വാസികളെ നോക്കി 12000 മുസ്ലിമീങ്ങൾ അംഗബലം കണ്ടിട്ട് പുളകം കൊണ്ടു. ബദർ നാം കണ്ടതാണ്. ബദറിൽ നമ്മുടെ കൂടെ ആളുണ്ടായിരുന്നില്ല, നമ്മുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല. എന്നിട്ടും ബദറിൽ രക്ഷപ്പെട്ടവരാണു നാം, വിജയിച്ചവരാണു നാം. അതുപോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങളിൽ നമുക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. ഇതാ മക്കം ഫത്ഹ് കഴിഞ്ഞു, മക്കാ വിജയവും കഴിഞ്ഞു, എല്ലാം സെറ്റപ്പായി. ഇനി നമുക്ക് എന്തിനു പേടിക്കണം? നമ്മൾ 12000 പേരുണ്ടല്ലോ, മുന്നിലുള്ള ശത്രുക്കളോ വെറും 4000 പേരല്ലേ. ഈ ഒരു വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് ആത്മാഭിമാനമുണ്ടാക്കിയപ്പോ അല്ലാഹു തകർച്ച അവർക്ക് കാണിച്ചു കൊടുത്തു, പരാജയം അവരെ രുചിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, ബദറിൽ രക്ഷപ്പെട്ട സംഘം, ഒരുപാട് യുദ്ധങ്ങളിൽ രക്ഷപ്പെട്ട സംഘം കേവലം 4000 കാഫിറുകളോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങിയിട്ട് പരാജയം മുന്നിൽ കണ്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ്, യുദ്ധത്തിൽ തോറ്റോടുകയാണ്. പ്രവാചകന്റെ സൈന്യം 12000-ൽ 11,900 പിന്തിരിഞ്ഞോടി. അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട് ആ ചരിത്രം. സൂറത്തു തൗബയുടെ 25, 26 വചനങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല ഒരു പാഠാണിത്. സൂറത്തു തൗബയുടെ 25, 26 വചനങ്ങൾ. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈനിൻ ഇദ് അഅജബത്കും കസറതുകും ഫലം തുഗ്നി അൻകും ശൈആ വലാഖത് അലൈകുമുൽ അർളു ബിമാ റഹബത് ثم وليتم مدبرين. അല്ലാഹ് പറഞ്ഞു തരാണ്, ചരിത്രം പഠിപ്പിക്കുകയാണ് നമുക്ക്. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ. എത്ര പ്രദേശങ്ങളിൽ നിങ്ങൾ യുദ്ധത്തിന് പോയി, അവിടെയൊക്കെ അല്ലാഹു നിങ്ങളെ സഹായിച്ചില്ലേ? മുസ്ലിമീങ്ങളെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടിയില്ലേ? എത്ര പ്രദേശങ്ങളിൽ. ഫീ മവാത്തിന കസീറ. വതനിന്റെ ജംഅ്, മൗത്തിനിന്റെ ബഹുവചനം. ഫീ മവാത്തിന കസീറ. എത്ര പ്രദേശങ്ങളിൽ അല്ലാഹ് നിങ്ങളെ സഹായിച്ചു. എന്നാൽ ഹുനൈൻ യുദ്ധത്തിൽ എന്തേ പറ്റിയത്? ബദറിൽ രക്ഷപ്പെട്ട സംഘമേ, നിങ്ങൾക്ക് ഹുനൈനിൽ എന്താ പറ്റിയത്? വയൗമ ഹുനൈനിൻ ഇദ് അഅജബതുകും കസറതുകും ഫലം തുഗ്നി അൻകും ശൈആ. ഹുനൈൻ യുദ്ധവേളയിൽ എന്താണ് പറ്റിയ കുഴപ്പം? വയൗമ ഹുനൈനിൻ ഇദ് അഅജബതുകും കസറതുകും. നിങ്ങളുടെ അംഗബലം കൊണ്ട് നിങ്ങൾ പുളകം കൊണ്ടു. ഇദ് അഅജബതുകും കസറതുകും. നിങ്ങളുടെ അംഗബലത്തിൽ നിങ്ങൾ എന്തായി? ആത്മാഭിമാനത്തിൽ ഏർപ്പെട്ടു. നിങ്ങൾ ആത്മാഭിമാനം കൊണ്ടു. 12000 ആളില്ലേ? മുശ്രിക്കുകളുടെ 2 ഇരട്ടി. ഒരു ഇരട്ടിയാണെങ്കിൽ 8000, 4000 മുശ്രിക്കുകൾ ഉള്ളൂ. 12000 2 ഇരട്ടി നമ്മളില്ലേ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ കയറി വന്നപ്പോ ഫലം തുഗ്നി അൻകും ശൈആ. നിങ്ങളുടെ അംഗബലം രക്ഷക്ക് പര്യാപ്തമായില്ല, നിങ്ങൾക്ക് വിജയം നേടിത്തന്നില്ല, നിങ്ങൾക്കവിടെ സമാധാനവും രക്ഷയും കിട്ടിയില്ല. 4000 ശത്രുക്കൾക്ക് മുമ്പിൽ 12000 വിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഓടിപ്പോകേണ്ട ദുരവസ്ഥ വന്നില്ലേ? ഖുർആൻ ചോദിക്കാൻ, ഫലം തുഗ്നി അൻകും ശൈആ. എന്തേ നിങ്ങൾ അവിടെ ഓടിയത്? ബദറിൽ നിങ്ങൾക്ക് ഓടേണ്ടി വന്നില്ലല്ലോ. അതുപോലെ നിങ്ങൾ ആളും അർത്ഥവും ആയുധവും കുറഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഓടേണ്ടി വന്നില്ലല്ലോ. ഇവിടെ എന്തേ നിങ്ങൾക്ക് ഓടേണ്ടി വന്നത്? ഒരു തെറ്റ് നിങ്ങൾക്ക് പറ്റി. ഇത് അഅജബതുകും കസറതുകും. നിങ്ങളുടെ അംഗബലത്തിൽ നിങ്ങൾ ആത്മവിശ്വാസത്തിലായി. പടച്ചവന്റെ സഹായം കുറച്ചവിടെ മറന്നു. അതെന്നെ ശിർക്കേ. നിങ്ങൾ ഓർത്തു നോക്കൂ, പടച്ചവന്റെ സഹായം മാത്രാണ് എന്നതിൽ നിന്ന് അവർക്ക് ആ നിയ്യത്തിൽ, വിശ്വാസത്തിൽ ചെറിയൊരു കലർപ്പ്. അള്ളാന്റെ സഹായം ഉണ്ട്, കൂട്ടത്തിൽ ഇപ്പൊ നമ്മളെ ആളുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. ഈ വിശ്വാസം അവരെ തകർത്തു തരിപ്പണമാക്കി.
ഫലം തുഗ്നി അൻകും ശൈആ, യാതൊരു ഐശ്വര്യാവസ്ഥയും നിങ്ങൾക്ക് അതുവഴി കിട്ടിയില്ല. മാത്രമല്ല വലാഖത് അലൈകുമുൽ അർളു ബിമാ റഹബത്, പ്രവിശാലമായ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി അനുഭവപ്പെട്ടു. 12,000 ആളുകൾ ഉണ്ടായിട്ട് വിശാലമായ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങി, നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ 4000 ശത്രു സൈന്യത്തിനെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ സുമ്മ വല്ലൈതും മുദ്ബിരീൻ, പിന്നെ നിങ്ങൾ ആ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നില്ലേ നിങ്ങൾക്ക്? 12,000 ആളുകളിൽ 11,900 തടിതപ്പി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭടന്മാർ തടിതപ്പി. 100 പേർ മാത്രം അവിടെ അടിയുറച്ചു നിന്നു. ആരാണ് ആ 100 പേർ? 33 മുഹാജിറുകൾ, 66 അൻസ്വാറുകൾ. 33 മുഹാജിറുകളും 66 അൻസ്വാരികളും 99ആയി. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 100 പേർ അവിടെ നിന്നു. 100 പേര് ഇങ്ങനെ നിന്നിട്ട് മുന്നിലേക്ക് നോക്കുമ്പോ 4000 ആളുകൾ. 12,000 പോയി, 11,900 ഓടി. സ്വഹാബത്താ ഓടിയത്. 100 പേർ നിന്ന് നോക്കിയപ്പോ പിന്നെന്താ അവിടെ സംഭവിച്ചത്? നമ്മുടെ കരുത്ത് കരുത്തല്ല, നമ്മുടെ ശക്തി ശക്തിയല്ല, നമ്മുടെ ആൾബലം വിജയത്തിന്റെ നിദാനമല്ല എന്ന കണ്ടറിവല്ല കൊണ്ടറിവ് അവർക്കുണ്ടായപ്പോ ഈ 100 പേര് 4000 ശത്രുക്കൾ അങ്ങനെ നോക്കി നിൽക്കവേ അല്ലാഹു പറയുന്നു, സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അല്ലാഹു സമാധാനം പിടിച്ചു നിന്ന വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുത്തു. ഈ 100 പേരുടെ മനസ്സിലേക്ക് അല്ലാഹു സക്കീനത്ത് ഇട്ടുകൊടുത്തു, ശാന്തി ഇട്ടുകൊടുത്തു, സമാധാനം ഇട്ടുകൊടുത്തു. തീർന്നില്ല, വഅൻസല ജുനൂദൻ ലം തറൗഹാ, കണ്ണുകൊണ്ട് കാണാനാകാത്ത അള്ളാഹുവിന്റെ വാനലോകത്തെ ഭടന്മാരെ പടച്ച തമ്പുരാൻ ആ 100 പേരുടെ ഇടയിലേക്ക് ഇറക്കി കൊടുത്തു. കണ്ണുകൊണ്ട് കാണാനാകാത്ത ഭടന്മാരെ പടച്ച റബ്ബ് അവരിലേക്ക് ഇറക്കി കൊടുത്തു. മലക്കുകളെ ബദറില് മാത്രമല്ല മലക്കുകളെ അള്ളാഹ് ഇറക്കി സഹായിച്ചത്. ഹുനൈനിന്റെ രണാങ്കണത്തിലും മലക്കുകൾ വന്നു. അവർ 5000 അല്ല 9000 അല്ല 12,000 എന്നൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മലക്കുകൾ അവിടെ ഇറങ്ങി വന്നിട്ടോ وعذب الذين كفروا وذلك جزاء الكافرين. അല്ലാഹു സത്യനിഷേധികളെ തകർത്ത് കളഞ്ഞു. 100 പേരുടെ പിൻബലത്തോടെ ആ ഭടന്മാർ പുനഃസംഘടിച്ചു. ഒളിച്ച ആളുകളെ, യുദ്ധമുഖത്ത് നിന്ന് ഓടിയ ആളുകളെ വിളിച്ചു, നിങ്ങൾ പേടിച്ചോടണ്ട, അള്ളാഹുവിന്റെ സഹായമാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനം, വരൂ നിങ്ങൾ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അവരിലെ ഭൂരിഭാഗം ഭടന്മാർ വരികയും പുനർസംഘടിക്കുകയും യുദ്ധം ചെയ്യുകയും കാഫിരീങ്ങളായ ആളുകളെ അള്ളാഹു അദാബാക്കി. വദാലിക ജസാഉൽ കാഫിരീൻ. നോക്കൂ നിങ്ങൾ, 12,000 ആളുകൾ ഉള്ളിടത്ത് അള്ളാഹ് വിജയിപ്പിച്ചില്ല. 100 ആള് പിടിച്ചു നിന്നിട്ട് പിന്നെ അത് പുനഃസംഘടിച്ച് വിജയിച്ചു. എന്താണ് ഇതിലുള്ള പാഠം? ഇത് കേവലം യുദ്ധരംഗത്തു മാത്രമുള്ള പാഠമല്ല പ്രിയപ്പെട്ട സഹോദര. നിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, നീ വീട് പണിയുകയാണെങ്കിലും, മകളെ കെട്ടിച്ചയക്കുകയാണെങ്കിലും, മകനന്റെ രോഗചികിത്സ അവനെ ചികിത്സിക്കുകയാണെങ്കിലും, നീ ബിസിനസ് നടത്തുകയാണെങ്കിലും, താൻ സ്വയം പര്യാപ്തനാണെന്ന ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, വീട് പണിയാനോ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, എനിക്കുണ്ടാവും അല്ല പ്രയാസം. മോളെ കെട്ടിച്ച് വിടെ, അതിനൊക്കെ ഞാൻ നേരത്തെ കണ്ടെത്തിയിട്ട് എനിക്കുണ്ടാവും അല്ല വിഷയവും. അള്ളാഹ് നടത്തി കൊടുക്കും. നടത്തി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിയും പയ്യനും വീട്ടുകാരും ഒക്കെ കണ്ണീരിലായിരിക്കും. എന്തേ കാര്യം? സ്വയം പര്യാപ്തത അവകാശപ്പെട്ടു അവന്റെ മനസ്സിലൊരു ഉള്ളിലിപ്പുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഞാൻ നടത്തിയാ നടക്കും.
മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ധാരണ സത്യവിശ്വാസിയെ അള്ളാഹു പഠിപ്പിക്കുക തന്നെ ചെയ്യും, വട്ടം കറക്കുക തന്നെ ചെയ്യും. പഠിപ്പിക്കണം, വട്ടം കറക്കണം. ഒരു അടി കൊള്ളുമ്പോഴാണല്ലോ നന്നാവുക. ഈ സ്വഹാബത്തിന് ഈ പാടൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് എന്തിനാണ്? അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ അദൃശ്യമായ ഖുദ്റത്തിന്റെ കരങ്ങളുടെ സാന്നിധ്യം അതവർ കണ്ടു, അതവരനുഭവിച്ചു. ആ നഗ്ന യാഥാർത്ഥ്യം അവർ അനുഭവിച്ച് ജീവിച്ചവരാണ് സ്വഹാബത്തുൽ കിറാം. അതുകൊണ്ട് തന്നെ ഏത് അമേരിക്കയാണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും മുസ്ലിങ്ങളുടെ പ്രതിയോഗികൾ ആരായാലും അവർ എത്ര ശക്തരായാലും മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച് മുന്നേറിയാൽ പടച്ച തമ്പുരാന്റെ സഹായം ലഭിക്കും. വെറും 100 പേർ 4000 ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ സന്നദ്ധരായി പിടിച്ചു നിന്നപ്പോ പടച്ച തമ്പുരാൻ എങ്ങനെയാണോ സഹായിച്ചത്, ആ മാർഗം റബ്ബിന് ഇന്നും അറിയാം. ആ മലക്കുകൾക്ക് പണിയില്ലാതെ ഇരിക്കല്ല, ആ മലക്കുകൾ അള്ളാന്റെ ഭടന്മാർക്ക് ഇന്നും പണി കിട്ടും. വേണമെങ്കിൽ അത് ഇന്നും നടക്കും. അതുകൊണ്ട് മുസ്ലിം ലോകം ഖുർആനിന്റെ വഴിയിലേക്ക് വരാതെ ജൂത ക്രൈസ്തവ ലോബിക്ക് സുജൂദ് ചെയ്ത് അവരുടെ സംസ്കാരം വാരിപ്പുണർന്നാൽ ഈ മുന്നിൽ കാണുന്ന തകർച്ച പോലെയായിരിക്കില്ല, ഇതിലും വലിയ ദുരന്ത കഥകൾ നാം അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലോകത്ത് നടക്കാനിരിക്കുന്ന വിവിധ യുദ്ധങ്ങൾ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകൂനു ബഅദി അർബഉ ഫിതനിൻ, എനിക്കു ശേഷം 4 പ്രധാന യുദ്ധങ്ങളാണ്, ദുരന്തങ്ങളാണ് നിങ്ങൾക്കുമേൽ വരിക. തഅതീകും ബഅദി അർബഉ ഫിതനിൻ, 4 പ്രധാന യുദ്ധങ്ങൾ. അൽ ഊല, ഒന്നാമത്തെ യുദ്ധം എങ്ങനെയായിരിക്കുമെന്ന് വരെ അവിടുന്ന് പഠിപ്പിച്ചു. ഈ 4 യുദ്ധങ്ങളുടെ സ്വഭാവം. ഒന്നാമത്തെ യുദ്ധം യുസ്തഹല്ലു ഫീഹ ദിമാ, കനത്ത രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന യുദ്ധമാണ് ഒന്നാം യുദ്ധം. ആദ്യത്തെ യുദ്ധം രക്തച്ചൊരിച്ചിലിന്റെ യുദ്ധമായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മുസ്ലിം ലോകം കണ്ടു. ഖിലാഫത്തിന്റെ ചെയറിന് വേണ്ടി യസീദിന്റെ നേതൃത്വത്തിലുള്ള ആയുധക്കളി യുദ്ധം, യസീദിന്റെ നേതൃത്വത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധം. ഒരുപാട് അഹ്ലുബൈത്ത് പുന്നാര നബിയുടെ പൗത്രന്മാരെ വരെ, അവരുടെ ചോര വരെ ആ മണലാരുണ്യത്തെ ചെഞ്ചായമണിയിച്ചു. അല്ലെ, രക്തച്ചൊരിച്ചിലിന്റെ ഒന്നാം യുദ്ധം അന്ന് കണ്ടു. നബി വഫാത്തായ ഉടനെ അധിക കാലം ഖിലാഫത്തിന്റെ കാലം കഴിഞ്ഞതോടുകൂടെ പിന്നെ സ്വഹാബത്ത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ ഏറ്റുമുട്ടി. അങ്ങനെ രക്തച്ചൊരിച്ചിലിന്റെ യുദ്ധം അന്ന് കണ്ടു. പിന്നെ നബി പറയുന്നു വസ്സാനിയത്തു, എനിക്കു ശേഷം നിങ്ങൾക്കുമേൽ വരുന്ന 4 യുദ്ധങ്ങളിൽ വസ്സാനിയത്തു, രണ്ടാമത്തെ യുദ്ധം യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാൽ, രക്തച്ചൊരിച്ചിലിന് പുറമേ ധനം കൊള്ള ചെയ്യപ്പെടുന്ന യുദ്ധമാണ്. ധനം കൊള്ളയടിക്കപ്പെടുന്ന യുദ്ധം രണ്ടാമത്തെ യുദ്ധം. ഈ യുദ്ധവും കണ്ടു മുസ്ലിം ലോകം. ചെങ്കീസ് ഖാന്റെ കാലത്ത്, താർത്താരികളുടെ കാലത്ത്, കുരിശ് യുദ്ധങ്ങളുടെ കാലത്ത് ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളിലേക്ക് കുരിശ് സേന കയറി വന്നിട്ട് ഇസ്ലാമിന്റെ ധനം മുഴുവൻ കൊള്ളയടിക്കുകയും നമ്മുടെ പൈതൃകവും പാരമ്പര്യവും പിച്ചിച്ചീന്തുകയും ചെയ്ത ചരിത്രം പഠിച്ചവർക്കറിയാം. രണ്ടാമത്തെ യുദ്ധം അന്ന് കഴിഞ്ഞു. വസ്സാലിസത്തു, മൂന്നാമത്തെ യുദ്ധം. ഇത് വർത്തമാന കാലത്ത് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും വായിച്ചും കൊണ്ടിരിക്കുന്ന യുദ്ധത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് മൂന്നാമത്തേത്. വസ്സാലിസത്തു, മൂന്നാമത്തെ യുദ്ധം ഏതാണെന്നറിയോ? ഫിത്ന യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്, രക്തച്ചൊരിച്ചിലിനു പുറമെ, ധനം കൊള്ളയടിക്കപ്പെടുന്നതിന് പുറമെ, വൽ ഫുറൂജ്, മുസ്ലിം വനിതകളുടെ ചാരിത്രം പിച്ചിച്ചീന്തുന്ന യുദ്ധമാണ് മൂന്നാമത്തെ യുദ്ധം. വർത്തമാനകാലത്തെ ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും കാശ്മീരിലെയും മുസ്ലിം പെൺകുട്ടികളുടെ എത്രയെത്ര ചാരിത്രമാണ് പോയത്. അവർ ബലാത്സംഗം ചെയ്യപ്പെട്ട, പട്ടാളക്കാരാൽ ബലാത്സംഗത്തിന് ഇരയായ എത്ര വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചത്. എനിക്കു ശേഷം വരുന്ന മൂന്നാമത്തെ യുദ്ധത്തിൽ രക്തമൊഴുകുക മാത്രമല്ല, ധനം കൊള്ളയടിക്കുക മാത്രമല്ല,
വയുസ്തഹല്ലു ഫീഹൽ ഫുറൂജ്. മുസ്ലിം അംഗമാരുടെ ചാരിത്രം പിച്ചി ചീന്തുന്ന യുദ്ധമായിരിക്കും ആ യുദ്ധം. മൂന്നാമത്തെ യുദ്ധം നമ്മളിപ്പോ കാണുകയാണ്. ഇനിയും മുസ്ലിങ്ങൾ പാഠം പഠിച്ച് മുന്നേറിയില്ലെങ്കിൽ, ഖുർആനിന്റെ ശൈലിയിലേക്ക്, ഖുർആനിന്റെ പരിഭാവനമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചില്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ സുഖിച്ചും കുടിച്ചും ഭുജിച്ചും രമിച്ചും കഴിഞ്ഞുകൂടുന്ന കാലം പാശ്ചാത്യരെ പിന്തുടർന്ന് അമേരിക്കക്ക് സുജൂദ് ചെയ്ത് ഈ പോക്ക് മുന്നോട്ട് പോയാൽ അധികം വൈകാതെ വറാബിയ നാലാമത്തെ യുദ്ധം വരും. ആ യുദ്ധത്തിന്റെ അത് ഇന്ന് കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ആ യുദ്ധം കാണാനിരിക്കുന്നു. വറാബിയ നാലാമത്തെ യുദ്ധം, അന്ത്യദിനത്തിന് മുമ്പുണ്ടാകുന്ന യുദ്ധം. കണ്ണും കാതുമില്ലാത്ത യുദ്ധമായിരിക്കും. ഇപ്പൊ കണ്ണും കാതും ഉണ്ട്, ഇല്ലാത്ത രാസായുധത്തിന്റെ പേരെങ്കിലും ഉണ്ട്. ഒരു അഡ്രസ് ഉണ്ടല്ലോ യുദ്ധത്തിന്, അല്ലേ? ഇനി നാലാമത്തെ യുദ്ധം അതിന് കണ്ണില്ല, കാതില്ല. കാരണം എന്താ അറിയില്ല. എപ്പോഴേത് യുദ്ധം തുടങ്ങി അറിയില്ല. മുത്തുബക്ക അട്ടിയട്ടിയായി ഒന്നിനുമേൽ ഒന്നായിട്ട് യുദ്ധം അങ്ങനെ നടക്കുക തന്നെ. കയറ് വെട്ടി വെട്ടി കഷ്ണിക്കുന്നത് പോലെ ഈ ഉമ്മത്ത് ഛേദിക്കപ്പെടും, ചിന്ന ഭിന്നമാകും. സമുദ്രത്തിലെ തിരമാലകൾ അടിക്കുന്നത് പോലെ, തിരമാല അടിക്കുന്നത് പോലെ യുദ്ധം അടിച്ചുകൊണ്ടേ ഇരിക്കും ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ. മാത്രമല്ല ഫലസ്തീനിൽ ആ യുദ്ധം കിടന്ന് ഉരുണ്ടുമറിയും. ആ യുദ്ധം ഇറാഖിനെ പൊതിയും. തീർന്നില്ല. അൽ ജസീറയെ, ആ യുദ്ധം നാലാമത്തെ യുദ്ധം അൽ ജസീറയെ ചവിട്ടി മെതിക്കും. ഏതായി അൽ ജസീറ? കുവൈത്ത് ആസ്ഥാനമായി അല്ലെങ്കിൽ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലല്ല അൽ ജസീറ. അൽ ജസീറ എന്ന് പറയുന്നത് ഗൾഫ് കൺട്രി, UAE-യും സൗദിയും അതുപോലെ തന്നെ കുവൈത്തും ഒമാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിന്റെ ഒറ്റ നാമമാണ് അൽ ജസീറ. അൽ ജസീറ ഗൾഫ് മേഖല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ നാലാമത്തെ യുദ്ധത്തിൽ വതഖ്ബിതുൽ ജസീറ ബിയദിഹാ വരിജ്ലിഹാ, ഗൾഫ് മേഖല ആകെ ചവിട്ടി വധിക്കപ്പെടും ഈ യുദ്ധത്തിൽ. എന്നിട്ട് ഹത്താ ലാ യജിദു അഹദും മിനന്നാസി മൽജഅ, ഒരാൾക്കും അഭയ കേന്ദ്രം ലഭിക്കാത്ത യുദ്ധം, ഒരാൾക്കും രക്ഷപ്പെടാൻ ഒരു കേന്ദ്രമില്ലാത്ത യുദ്ധം. വലാ യസ്തതിഉ അഹദും മിനന്നാസി മഹ്മഹ്, ലോകത്താരും തന്നെ നിർത്തൂ എന്ന് പറയാൻ, ആ യുദ്ധം നടക്കുന്ന കാലത്ത് നിർത്തൂ എന്ന് പറയാൻ ഒരു UN-ഓ ഐക്യരാഷ്ട്രസഭയോ അന്നുണ്ടാവുകയില്ല തന്നെ. അങ്ങനത്തെ കനത്ത യുദ്ധം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. ഇതൊക്കെ ലോകത്ത് നടക്കണം. പലരും ഇങ്ങനെ സങ്കടത്തിലിരിക്കുകയാണ്. മുസ്ലിം പണ്ഡിതനെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ജയിലിലടച്ചു. പിന്നെ പണ്ഡിതന്റെ ഭാര്യ പർദ്ദയിട്ട പെണ്ണിനെ ജയിലിലടച്ചു. എന്താ പർദ്ദ ഇട്ടിട്ട് പ്രത്യേകത? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർദ്ദയല്ല, ഇനി തസ്ബീമാല എന്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അങ്ങനെ വർഗം ചേരാനൊന്നും, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർദ്ദയിട്ട പെണ്ണിനെ എന്തിനാ? എന്നിട്ട് നമ്മൾ തലയെക്കെട്ടും കെട്ടിയിട്ട് റോട്ടിലാണ് ഇറങ്ങുന്നത്. നാം അപ്പുറത്ത് മറുചേരിയിൽ ഇവിടെ ഒരുപാട് അനാവശ്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത വിഭാഗം ഉണ്ടായിട്ട് എന്തുകൊണ്ട് തുറങ്കിൽ അടക്കുന്നില്ല? അത് നമുക്ക് ചോദിക്കാം. അതിനുവേണ്ടി സമരം ചെയ്യാം. മുസ്ലിം പെണ്ണ്, നിസ്കരിക്കുന്ന പെണ്ണ്, പർദ്ദയിട്ട പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കടക്കണം. അതല്ലേ, അങ്ങനെയല്ലേ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത്? തെറ്റ് രാജ്യത്തിന്റെ നിയമത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അവിടെ പർദ്ദയിട്ട പെണ്ണൊഴിവില്ല, തലയെ കെട്ടിയ തൊപ്പിയിട്ട പണ്ഡിതനൊഴിവല്ല, ആരും ഒഴിവല്ല. അതാണ് ഇസ്ലാം. ആ സുന്ദരമായ നിയമം ലോകത്തോട് നമുക്ക് പറയാൻ പറ്റണം. എന്ന് വെച്ച് നിരപരാധി ഇവിടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, ഇല്ലാത്ത കാര്യം പറഞ്ഞ് പീഡിപ്പിക്കാൻ പാടില്ല. ആ സത്യവും നാം അംഗീകരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥകളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പ്രവചിച്ചതാണ്. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ സങ്കടത്തിൽ, പഠിച്ചോനെ എനിക്ക് ആ വാർത്ത കണ്ടപ്പോ എന്തോ ഒരു സങ്കടം. ഇത് സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാ? ഈ ഹദീസ് പഠിക്കാത്തോണ്ടാ. ഏത് ഹദീസ്?
പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തി തന്ന ഈ പാഠം പഠിച്ച ഇത് നേരത്തെ വരുന്നല്ലോ, ഇത് നബി അന്ന് പറഞ്ഞത് വരാൻ ഞാൻ കാത്തിരിക്കുന്നത് ഇപ്പോഴാണല്ലോ വന്നത്. ഇങ്ങനെയാണ് ഒരു മുസ്ലിം പറയാ, അല്ലെങ്കിൽ പറയേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ എന്തൊക്കെ പ്രവചനങ്ങൾ. ഇനി മറ്റൊരു പ്രവചനം നോക്കൂ. അവിടത്തെ തുർക്കിയുമായി നിങ്ങൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും. അന്ത്യദിനത്തിനു മുമ്പ് തുർക്കികളോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ആരാണ് തുർക്കികൾ? ഒരു കാലത്തെ ഇസ്ലാമിന്റെ ശക്തി കേന്ദ്രമായിരുന്നു തുർക്കി. ഇന്ന് അത് തിന്മയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്താദ്യമായി വെള്ളിയാഴ്ചകളിലെ ഖുതുബ പ്രാദേശിക ഭാഷയിലാക്കിയത് തുർക്കിയിൽ നിന്നാണ്. ലോകത്താദ്യമായി ഉത്തമ നൂറ്റാണ്ടിലൊന്നുമില്ലാത്ത, നബി തങ്ങൾ കാണിച്ചു തരാത്ത, സച്ചരിതരായ ഖലീഫമാർ കാണിച്ചു തരാത്ത, പിന്നെയുള്ള നൂറ്റാണ്ടുകളിലെ പണ്ഡിതന്മാർ ആരും തന്നെ കാണിച്ചു തരാത്ത, എത്രത്തോളം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരുപാട് അനറബി രാജ്യങ്ങൾ, അറബി അല്ലാത്ത ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെട്ടു. എന്നിട്ട് ആ നാടുകളിലെ ആളുകൾ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു. എന്നിട്ട് അറബിയല്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഖുർആനും ഹദീസും പഠിച്ചു പണ്ഡിതന്മാരായി. എന്നിട്ട് അവർ ഖത്തീബുമാരായി. അവർക്ക് അറബിയും അറിയാം, അവരുടെ പ്രാദേശിക ഭാഷയും അറിയാം. എന്നിട്ടും ആ നാട്ടിലുള്ള പണ്ഡിതന്മാർ ഉത്തമ നൂറ്റാണ്ടിൽ അറബിയിലാണ് ഖുത്ബ ഓതിയത്. എന്തുകൊണ്ട്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചു കാണിച്ചു തന്നതുപോലെ, ഞാൻ ഖുത്ബ നിർവഹിച്ചു കാണിച്ചു തന്നതുപോലെ നിങ്ങൾ എന്നെ പിന്തുടരണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ച് മുസ്ലിം ലോകം നൂറ്റാണ്ടുകൾ, 100 അല്ല 200 അല്ല 300 അല്ല 400 അല്ല, അത്രയും കാലം മുസ്ലിമീങ്ങൾ അറബിയിൽ മാത്രമേ ഖുത്ബ ഓതിയിട്ടുള്ളൂ. ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തുർക്കിയിലെ മുസ്തഫ കമാൽ എന്ന മനുഷ്യനാണ് ലോകത്താദ്യമായി ഖുത്ബ ഭാഷാന്തരം നടത്തിയത്. ആദ്യത്തെ സംഭവം. ഉത്തമ നൂറ്റാണ്ടിൽ കാണാത്ത അനിസ്ലാമികമായ ഈ ബിദ്അത്തിന് വിത്തുപാകിയത് തുർക്കിയിലാണ്. വർത്തമാനകാലത്തെ തുർക്കിയുടെ അവസ്ഥ എന്താ? ഇറാഖിനെ തല്ലാൻ, ഇറാഖിനെ നശിപ്പിക്കാൻ, ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്ക വന്നപ്പോ അമേരിക്കയ്ക്ക് മണ്ണും ആകാശവും ഒരുക്കി കൊടുത്തത് പ്രധാനമായിട്ടും തുർക്കിയായിരുന്നു. നമ്മൾ വായിച്ചതാണല്ലോ വാർത്ത. അമേരിക്കയുടെ അവരുടെ രാജ്യത്ത് നിന്ന് മിസൈൽ അയക്കാനും യുദ്ധപ്പോർ വിമാനങ്ങൾ പറന്നുയരാനും സാധിക്കാതെ വന്നപ്പോ ഈ ഇറാഖിനെ ചുറ്റിപ്പറ്റി ഏതെങ്കിലും പ്രദേശം കിട്ടുമോ എന്നാലോചിച്ചപ്പോ തുർക്കി ഭരണാധികാരികൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ക്യാമ്പ് ചെയ്തോ, ഇവിടെ നിന്ന് കയറി അടിച്ചോ. തുർക്കി പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തുർക്കികൾ അധപതിച്ച് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞ് അങ്ങനെ ഇസ്ലാമിക ലോകം മുഴുവൻ തുർക്കികൾക്കെതിരെ പട നയിക്കുന്ന ഒരു കാലം വരും. ആ കാലം വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമുസ് സാഅ ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന അത്തുർക സിഗാറുൽ അഅ്യുനി ഹുമുറുൽ വുജൂഹ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മുസ്ലിമീങ്ങൾ തുർക്കിയോട് യുദ്ധം ചെയ്യാതെ, ചെറിയ കണ്ണുള്ള ചുവന്ന മുഖമുള്ള തുർക്കികളോട് യുദ്ധം ചെയ്യാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല തന്നെ. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ ഖാമ ഇലാ ജംബിൽ മിംബരി, ഒരിക്കൽ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കെ ഇടയ്ക്ക് എണീറ്റിട്ട് മിമ്പറിന്റെ ചാരത്തേക്ക് പതുക്കെ നീങ്ങിപ്പോയിട്ട് ഖാമ ഇലാ ജംബിൽ മിമ്പർ, മിമ്പറിന്റെ ചാരത്ത് നിന്നിട്ട് ഫഖാൽ, അവിടെന്ന് പറഞ്ഞു, അൽ ഫിത്നതു ഹാഹുനാ, അൽ ഫിത്നതു ഹാഹുനാ മിൻ ഹൈസു യത്ലഉ ഖർനു ശൈത്താൻ. ഇതാ നാശം വരുന്നത് അവിടെ നിന്നാണ്, നാശം വരുന്നത് അവിടെ നിന്നാണ്, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് മുളക്കുക. പിശാചിന്റെ കൊമ്പ് മുളക്കുന്ന ഭാഗം അതാണ്. എന്നിട്ട് തുർക്കിയുള്ള ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫിത്ന വരുന്നത്, ചില മുഹദ്ദിസുകൾ പറഞ്ഞു ദജ്ജാലിന്റെ രംഗപ്രവേശനവും ആ ഭാഗത്തു നിന്നു തന്നെ. ഇതിലേക്കുള്ള സൂചനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര യുദ്ധങ്ങൾ. അതുപോലെ തന്നെ ഇറാഖിലൊന്നും യുദ്ധം കഴിഞ്ഞിട്ടില്ല. ഇനി നിധിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി ഇറാഖിൽ ഒരു യുദ്ധം വരുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്.
عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يحسر الفرات عن جبل من ذهب. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരാതെ അന്ത്യദിനം സംഭവിക്കില്ല കേട്ടോ. ഖിയാമത്ത് നാളിന് മുമ്പ് ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണമല പ്രത്യക്ഷപ്പെടും. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സ്വർണഖനി അവിടെ പ്രത്യക്ഷപ്പെടും, അവിടെ കണ്ടെത്തും. യുദ്ധാനന്തര ഇറാഖിൽ അമേരിക്കൻ പട്ടാളം ക്യാമ്പടിച്ചത് എവിടെയാണ്? നിങ്ങൾ പഠിച്ചു നോക്കൂ. യുദ്ധം കഴിഞ്ഞ ഇറാഖിൽ അമേരിക്കൻ പട്ടാളം എവിടെയാണ് ക്യാമ്പ് ചെയ്തിട്ടുള്ളത്? യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് അവരെ ക്യാമ്പ് കംപ്ലീറ്റ്. എന്തേ? സീനറി കണ്ടി ആസ്വദിക്കാനല്ല, നദിക്കരയിലായാൽ നല്ല സുഖല്ലേ എന്ന് എഴുതിയിട്ട് മാത്രല്ല. എന്തേ അവരവിടെ വന്ന് ക്യാമ്പടിക്കാൻ കാരണം? അവർ ഈ ഹദീസ് കണ്ടിട്ടുണ്ട്. നബിയിൽ അവർക്ക് വിശ്വാസമില്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും നബിയുടെ വാക്ക് അവർ മുഖവിലക്കെടുക്കുന്നുണ്ട്. തടി ഇറച്ചിയിൽ മണ്ണാവുന്നുള്ള ആ ഒരു ബോധം വരുമ്പോ ഈ ഖുർആന്റെയും ഹദീസിന്റെയും മുന്നറിയിപ്പൊക്കെ അവരെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ലോകത്താദ്യമായി ഖുർആനിനൊരു ട്രാൻസ്ലേഷൻ വന്നത് ആരിൽ നിന്നാ? മുസ്ലിമീങ്ങളല്ല ആദ്യം ഖുർആനിന് പരിഭാഷ ഉണ്ടാക്കിയത്. അല്ല കൂട്ടരെ, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യമായി ഖുർആൻ പരിഭാഷ വന്നത് ഇംഗ്ലീഷിലാണ്. ലോകത്തെ ആദ്യത്തെ ഖുർആൻ പരിഭാഷ ഗ്രന്ഥം ഇംഗ്ലീഷിലാണ്. അതാരുണ്ടാക്കിയത്? ക്രിസ്ത്യാനികൾ, പാശ്ചാത്യ ശക്തി. എന്തിനാ അവരത് ഉണ്ടാക്കിയത്? അവരുണ്ടാക്കിയത് മാത്രല്ല, അത് A to Z അവർ വായിച്ചു ഗ്രഹിച്ചു. എന്തിന്? കാക്കാമാര് ഏത് വഴിക്കൊക്കെ ഓടുന്നൊന്ന് പഠിക്കണല്ലോ. അതൊക്കെ പച്ചനതൊന്നും ലോകത്ത് പറയുന്നോണ്ട് പേടിക്കൊന്നുമല്ല, തല പോണ കേസൊന്നും അല്ലത്, ഇത് ഉള്ള സംഭവമാണ്. അവർ A to Z പഠിച്ചു. പിന്നെ രണ്ടാമത് പരിഭാഷ ഇറക്കിയത് ഖാദിയാനികളാണ്. മുസ്ലിം ലോകം എല്ലാവരും ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കിയ ഗ്രൂപ്പാണ് ഖാദിയാനികൾ. അവരാ രണ്ടാമത് ഉണ്ടാക്കിയത്. മൂന്നാമത് നിർബന്ധിതരായിട്ട് ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയപ്പോ നിർബന്ധിതരായിട്ട് പിന്നെ മുസ്ലിമീങ്ങൾ മൂന്നാമതായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോ ഈ ഹദീസ് അവർ കണ്ടിട്ടുണ്ട്. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ സ്വർണ്ണഖനി കണ്ടെത്തുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം കണ്ട അവർ അമേരിക്കൻ പട്ടാളം മുഴുവൻ ക്യാമ്പടിച്ചത്, താവളമുണ്ടാക്കിയത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ്. നിധി കേൾക്കുമ്പോ ഇവിടെയുള്ള ആളുകൾ ആരും മുസ്ലിമീങ്ങൾ ചിന്തിക്കണ്ട, അങ്ങനെ ഇപ്പൊ അവിടെ കനി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വിസ ഇറാഖിക്ക് ശരിയാക്കാൻ, അങ്ങനെ ആരും ചിന്തിക്കണ്ട. കാരണം നമുക്കത് പറ്റൂല. നമ്മളിപ്പോ ലാഭം പ്രതീക്ഷിച്ചു ഓടുന്ന ആളുകളാണല്ലോ. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പട്ടാളം ഇപ്പൊ തന്നെ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറാഖിക്ക് ഒരു വിസ അങ്ങോട്ട് ശരിയാക്കുക, അങ്ങനെ അത് നമുക്ക് പറ്റൂല. എന്താ? അതും നബി പറഞ്ഞു, ആ നിധിക്ക് വേണ്ടി, ആ സ്വർണത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി ജനങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യും. ഓരോ 100-ൽ നിന്നും 99 പേർ മരിച്ചു വീഴും. ആ ധനത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ 99% മരിക്കും. പണ്ടത്തെ കാലത്തെ വാളും കുന്തും പരിചയമുള്ള യുദ്ധമാണെങ്കിൽ എങ്ങനെ എത്ര വലിയ മരണം ഉണ്ടാകുക ചിന്തിക്കാം. ഇന്ന് 100% മരിക്കാൻ എളുപ്പമുണ്ടല്ലോ. കാരണം ആയുധം ഉണ്ടാക്കിയവനടക്കം മരിക്കാൻ പര്യാപ്തമായ, നശിക്കാൻ പാകപ്പെട്ട യുദ്ധമാണ് ഇന്ന് വർത്തമാന കാലത്തെ യുദ്ധങ്ങള്. അല്ല, ഇത് കേട്ടിരിക്കുന്ന സ്വഹാബികൾ എങ്ങനെ ഇത് മനസ്സിലാക്കുക? അതൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നബിയെ വാളും പരിചയവും ഏന്തി 2 വിഭാഗം പരസ്പരം ഏറ്റുമുട്ടി എങ്ങനെ 99% മരിക്കുക? അല്ല, അത് ചിന്തിക്കേണ്ട സംഗതിയല്ലേ. ഇന്നിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ല. ഓരോ 100-ൽ നിന്നും 99 പേർ ആ ധനത്തിന്റെ പേരിൽ മരിച്ചു വീഴുമ്പോ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഫമൻ ഹലറഹു ഫലാ യഅഖുദു മിൻഹു ശൈആ. ഇറാഖിൽ അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള മുസ്ലിമീങ്ങൾ അവിടെ സന്നിഹിതരാണെങ്കിൽ ഫലാ യഅഖുദു മിൻഹു ശൈആ, ആ നിധിയിൽ നിന്ന്, സ്വർണ്ണക്കനിയിൽ നിന്ന് ഒന്നും തന്നെ എടുക്കാൻ പോകരുത്. അത് നാശത്തിന്റെ, വിപത്തിന്റെ ധനമാണ്. അതിനു വേണ്ടി യുദ്ധം ചെയ്യാനോ അത് കൈയിട്ട് വാരാനോ എന്റെ ഉമ്മത്ത് പോകരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് തന്നു. ഇങ്ങനെ എത്ര മുന്നറിയിപ്പ്! ഇനി മുസ്ലിം ലോകം തകർന്ന് തരിപ്പണമായിട്ട് അവസാനം അധികാരം മുഴുവൻ ഖിയാമത്ത് നാളിന് മുമ്പ് മുസ്ലിമീങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയിട്ട് പിന്നെയാണ് അന്ത്യദിനം സംഭവിക്കുക. അങ്ങനെ ഒരു കാലവും വരുന്നുണ്ട്. അതാരാ? ഇമാം മഹ്ദിയുടെ കാലം.
മുസ്ലിങ്ങൾക്ക് അധികാരവും വിജയവും തിരിച്ചു വരുന്ന ഒരു കാലം. അതിനുള്ള ലക്ഷണമൊക്കെ ഇപ്പൊ തന്നെ കാണാൻ തുടങ്ങി. പടിഞ്ഞാറിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവരിപ്പോ പ്രതിരോധത്തിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറാണ് ഇപ്പോൾ നീക്കി വെക്കുന്നത്. പണ്ടൊന്നും ഇല്ലാത്ത അത്ര സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി ധനത്തിന്റെ നല്ലൊരു ഭാഗവും അവർ നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ അത് ഒരു മുഹമ്മദിയ നേതൃത്വത്തിന് കീഴിലായിരിക്കും ആ വിജയം വരുന്നത്. മുഹമ്മദിയ നേതൃത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ കാലത്തും മുസ്ലിം ലോകം ഉറങ്ങുമ്പോ വിളിച്ചുണർത്താൻ അള്ളാഹ് ഓരോരുത്തരെ വിടുന്നുണ്ട്. ഓരോ നൂറ്റാണ്ടിന്റെയും പ്രാരംഭഘട്ടത്തിൽ മുസ്ലിം ലോകത്തിനെ ഉണർത്താൻ വേണ്ടി മുജദ്ദിദുമാരെ, പരിഷ്കർത്താക്കളെ, നവോത്ഥാന നായകനെ ഓരോ നൂറ്റാണ്ടിലും അള്ളാഹ് വിടുന്നുണ്ട്. നബിമാര് വരൂലല്ലോ ഇവിടെ, നീ വരൂലല്ലോ. ഇപ്പൊ നബിമാര് വരാത്തതിനു പകരം ഈ ഉമ്മത്തിന്റെ ഉറക്കൊന്നു മാറ്റാൻ, ഇവരൊന്ന് വിളിച്ചുണർത്താൻ വേണ്ടി ഓരോ നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ അള്ളാഹ് മുജദ്ദിദുമാരെ, നവോത്ഥാന നായകനെ അള്ളാഹു വിടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് കാണാ, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅതി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്അസു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് വേണ്ടി അയക്കും. അലാ റഅസി കുല്ലി മിഅതി സന, ഓരോ നൂറ്റാണ്ടിന്റെയും ആദ്യഘട്ടത്തിൽ ആരെ? മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ദീനിനെ ഒന്ന് നന്നായി പരിചയപ്പെടുത്താൻ, ഒന്ന് നവോത്ഥാനത്തിന് വേണ്ടി ഓരോ നൂറ്റാണ്ടിലും അല്ലാഹ് ഓരോരുത്തരെ വിടും. 2000 ആണ്ടിന്റെ മുജദ്ദിദ് മുസ്ലിം ലോകം അഭിപ്രായപ്പെട്ടു. ഭൂരിഭാഗം പണ്ഡിതന്മാരും 2000 ആണ്ടിന്റെ മുജദ്ദിദായി മുസ്ലിം ലോകം പറഞ്ഞത് മുജദ്ദിദ് അൽ ഫസാനി, ഇമാം റബ്ബാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇനി 21-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ആരാണ്? നമുക്ക് കണ്ടെത്താം. വരും, വരാതിരിക്കില്ല. അങ്ങനെ അവസാനത്തെ മുജദ്ദിദായി ഇമാം മഹ്ദി വരും. ഇമാം മഹ്ദിയുടെ കടന്നുവരവോടുകൂടെ പാശ്ചാത്യ ശക്തി തകർന്നു തരിപ്പണമാകും. ജൂതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരം കൈവിട്ടു പോകും. മുസ്ലിം ലോകം വിജയിക്കും. മുസ്ലിം ലോകത്തിന് ശക്തി കിട്ടും. രണ്ടാമതൊരു തകർച്ച വന്നിട്ട് പിന്നെയും മുസ്ലിം ലോകം പഴയ അവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് എല്ലാവരും അക്രമികളായി മാറിയിട്ടൊക്കെയാണ് അന്ത്യദിനം സംഭവിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇമാം മഹ്ദിയെ കുറിച്ച്, മഹ്ദിയുടെ ആഗമനവും മഹ്ദിയുടെ സ്വഭാവ വിശേഷണങ്ങളും എല്ലാം ഹദീസിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. തുർമുദിയിൽ കാണാൻ ഒരു അധ്യായം, ബാബു മാ ജാഅ ഫിൽ മഹ്ദി, മഹ്ദിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠങ്ങൾ. അബൂദാവൂദിൽ കാണാ കിതാബുൽ മഹ്ദി, മഹ്ദിക്ക് മാത്രം ഒരു കിതാബ് തന്നെ, കിതാബുൽ മഹ്ദി, മഹ്ദിയെ കുറിച്ച് പറയുന്ന കിതാബ്. ആരാണ് മഹ്ദി? മഹ്ദിയുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? മഹ്ദിയെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കണം. വെറും നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും മാത്രം പഠിച്ചാൽ പോരാ. അത് പഠിച്ചിട്ടൊരു പൊട്ടൻ കിണറ്റിലെ തവളകളായി ജീവിച്ചാൽ പോരാ. ഈ പ്രപഞ്ചം, ഈ ലോകം, ഇവിടത്തെ അധികാരമെല്ലാം അള്ളാഹുവിന്റേതാണ്. ഇവിടത്തെ ശക്തി മുഴുവൻ അള്ളാഹുവിന്റേതാണ്. ആ ശക്തിയുടെ അധികാരത്തിന്റെ ഖിലാഫത്ത്, പ്രാതിനിധ്യം മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് പഠിക്കണം, അറിയണം, മുന്നേറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാന്റ്സ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.